മുനമ്പത്ത് കുടിയൊഴിപ്പിക്കൽ പ്രായോഗികമല്ല എന്ന് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട്. സംസ്ഥാന സർക്കാർ കുടിയൊഴിപ്പിക്കലിന് പകരം മറ്റു മാർഗങ്ങൾ തേടണം. വഖഫ് ബോർഡുമായും ഫാറൂഖ് കോളേജുമായും സംസ്ഥാന സർക്കാർ ചർച്ച നടത്തണം. മുനമ്പത്തേക്ക് വഖഫ് ഭൂമിയാണെന്ന് കോടതി വിധിച്ചാൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. റിപ്പോർട്ട് അടുത്ത ആഴ്ച മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കും. ഡാനി ഇപ്പോൾ ചേർന്നു. ഡാനി, ഇതിൽ ഏതെല്ലാം തരത്തിലുള്ള നിർദ്ദേശങ്ങൾ, അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സമാനമായിട്ടുള്ള പല നിർദ്ദേശങ്ങളും ഇത് കോടതിയിലേക്ക് കടക്കുമ്പോൾ ഇതേത് തരത്തിൽ ഹാൻഡിൽ ചെയ്യുമെന്നുള്ള സംശയമൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ എത്രത്തോളം പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കമ്മീഷന്റെ ഭാഗത്തുനിന്ന് സർക്കാരിന് മുന്നിൽ എത്തിയിട്ടുണ്ട് എന്നാണ്? ഏറെ ചർച്ച ചെയ്യപ്പെട്ട മുനമ്പം കമ്മീഷൻ അതിൻ്റെ ഒരു പഠനങ്ങളും അതോടൊപ്പം തന്നെ ആ ചർച്ചകളും എല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് അന്തിമ രൂപത്തിലേക്ക് വന്നിരിക്കുന്നു. ഈ മാസം അവസാനം ആ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കൊപ്പം ജസ്റ്റിസ് തന്നെ ചേരുന്നുണ്ട്. അദ്ദേഹം ഇതിൻ്റെ ഒരു വിശദാംശങ്ങളടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏത് രീതിയിലാണ് സാർ ഇപ്പോൾ മുനമ്പം ജനതയ്ക്ക് വലിയൊരു ആശ്വാസം അത് ഈ കമ്മീഷനെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു? എങ്ങനെയാണ് സാർ അതിൻ്റെ ഒരു കണ്ടെത്തലുകളും കാര്യങ്ങളും? കമ്മീഷനോട് ഗവൺമെൻറ് ചോദിച്ചിട്ടുള്ളത് മുനമ്പൻ ജനങ്ങളെ ഏത് രീതിയിൽ സംരക്ഷിക്കണമെന്നാണ്. മുനമ്പൻ ജനങ്ങളുടെ സംരക്ഷണം ഗവൺമെൻറ് ഏറ്റെടുക്കേണ്ട സ്ഥിതിവിശേഷം വരണമെങ്കിൽ കേസ് വഖഫ് ബോർഡിൻ്റെ കേസ് വഖഫ് ബോർഡിന് അനുകൂലമായിട്ട് വന്ന് മുനമ്പൻ ജനങ്ങൾ അവിടുന്ന് പുറത്താകുന്ന ഒരു സ്ഥിതിവിശേഷം വന്നാൽ മാത്രം ഗവൺമെൻറ് ഇടപെട്ടാൽ മതി. അങ്ങനെ വന്നാൽ ഗവൺമെൻറ്, ഞാൻ പറഞ്ഞേക്കണത്, കമ്മീഷൻ പറയുന്നത് പ്രധാനമായിട്ടും ഇതിൻ്റെ പ്രശ്ന പരിഹാരം രമ്യമായിട്ട് പരിഗണിക്കാൻ ശ്രമിക്കണം എന്നാണ്. അതായത് വഖഫ് ബോർഡാണ് ഇതിനകത്തെ ക്ലെയിമിൻ്റെ, വഖഫ് ബോർഡാണ് ഈ വസ്തു ക്ലെയിം ചെയ്തേക്കുന്നത്. വഖഫ് ബോർഡ് എന്ന് വെച്ചാൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതിൽ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്നവരാണ് കൂടുതലും പേര്. അപ്പോൾ ഗവൺമെൻറ്റിനോട് സഹകരിക്കാൻ അവർ തീർച്ചയായിട്ടും തയ്യാറാവും. അതുകൂടാതെ അടുത്ത സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റാണ്. കേരളത്തിലെ ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റ്. ആ ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റും വളരെ റെസ്പോൺസിബിളായിട്ട് ഇതിനോട് ഗവൺമെൻറ്റിനോട് സഹകരിക്കാനാണ് സാധ്യത. അപ്പോൾ ഞാൻ പറഞ്ഞു, ഗവൺമെൻറ്റിനോട് പറഞ്ഞേക്കുന്നത്, ഗവൺമെൻറ്റിന് ഒരു കാരണവശാലും ജനങ്ങളെ അവിടുന്ന് പ്രാദേശികമായിട്ടൊരു തൊഴിൽ കണ്ടുപിടിച്ചും അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ജനവിഭാഗത്തെ അവിടുന്ന് മാറ്റാൻ സാധിക്കില്ല. അവരുടെ പുനരധിവാസം എന്ന് പറഞ്ഞാൽ അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അത് ഗവൺമെൻറ്റിനറിയാം. ഗവൺമെൻറ് അതുകൊണ്ടാണ് അവരെ അവിടെ തന്നെ എങ്ങനെ സംരക്ഷിക്കണമെന്ന് ചോദിച്ച് ഈ കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കണേ. അപ്പോൾ കമ്മീഷൻ പറഞ്ഞേക്കണത് രമ്യമായിട്ട് പരിഹരിക്കാൻ ശ്രമിക്കണം. പല രീതിയിലും ഗവൺമെൻറ് നെഗോഷിയേറ്റ് ചെയ്യാം. ഫറൂഖ് കോളേജ് മാനേജ്മെൻറ്റും വഖഫ് ബോർഡുമായിട്ട് അത് 3 പേർക്കും എഗ്രിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ വന്നാൽ ജനങ്ങളെ അഫക്റ്റഡ് ആകിയില്ല, അത് തീർക്കാം. അതല്ലാതെ തീരുന്നില്ലെങ്കിൽ അറ്റ കൈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ അധികാരം എന്ന് പറഞ്ഞാൽ വഖഫ് വസ്തു ഏറ്റെടുക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ അധികാരം വഖഫ് ആക്റ്റിൽ തന്നെയുണ്ട്. ആ അധികാരം ഉപയോഗിച്ച് ഗവൺമെൻറ് വസ്തു ഏറ്റെടുക്കണം, വഖഫ് ബോർഡിന് നഷ്ടപരിഹാരം കൊടുക്കണം. അത് എങ്ങനെ വേണമെന്നുള്ള ഗവൺമെൻറ് തീരുമാനിക്കുന്ന കാര്യമുള്ളൂ. അതുകൊണ്ട് ഏത് രീതിയിൽ സംരക്ഷിക്കണം എന്ന് ചോദിച്ചാൽ അന്തിമ സംരക്ഷണം ഗവൺമെൻറ്റിൻ്റെ അധികാരം ഉപയോഗിച്ച് ബലമായിട്ട് ഗവൺമെൻറ്റിൻ്റെ അധികാരം ഉപയോഗിക്കുക എന്നുള്ളത്. കോടതി വിധി അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ നടക്കുന്നുണ്ട്, കേസും കാര്യങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു തിരിച്ചടികൾ വരികയാണെങ്കിൽ അതിൽ സർക്കാർ ഏത് രീതിയിലൊക്കെ ഇടപെടാനായിട്ട് സാധിക്കും? അല്ല, കോടതി വിധികൾ അവർക്കെതിരാകുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ മുനമ്പക്കാർക്ക് ഇതിൻ്റെ സംരക്ഷണം വേണ്ടി വരുള്ളൂ. കോടതിയിൽ വളരെ ഗൗരവമായിട്ട് തർക്കം നടക്കുകയാണ്. ഒന്ന്, എഗ്രിമെൻറ്റ്, അതായത് വഖഫ് ഡോക്യുമെൻറ്റിനെ സംബന്ധിച്ച് തന്നെ വലിയ തർക്കങ്ങളും അതിൻ്റെ പ്രായോഗികമായിട്ട് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഏത് രീതിയിലാവും എന്നുള്ളതാണ് വലിയ 2 വിഭാഗവും വാദിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ ശരിയല്ല. കാര്യം ഞാനൊരു ജുഡീഷ്യൽ ബോഡിയായിട്ടുള്ള ഫങ്ഷൻ ചെയ്യണ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ ഒരിക്കലും ഒരു കോടതി പെൻഡിങ് ആയിട്ടുള്ള കോടതി തീരുമാനിക്കേണ്ട ഒരു കാര്യത്തിൽ ഒരു അഭിപ്രായം പറയണത് ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് കമ്മീഷൻ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഗവൺമെൻറ്റാണ് ടേംസ് ഓഫ് റെഫറൻസിൽ കമ്മീഷൻ വഖഫിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചിട്ടില്ല ഗവൺമെൻറ്. അപ്പം വിധി ആ രീതിയിലായാൽ ഇങ്ങനെ, ഈ രീതിയിലാണ് ഇങ്ങനെ. വിധി വഖഫ് ബോർഡിന് അനുകൂലമായി ജനങ്ങളെ അവിടുന്ന് പുറത്താക്കേണ്ട സ്ഥിതിവിശേഷം വന്നാൽ അവരെ എങ്ങനെ അവിടെ സംരക്ഷിക്കാൻ എന്നുള്ളത് മാത്രമേ ഗവൺമെൻറ് പരിഗണിക്കേണ്ട ആവശ്യമുള്ളൂ. അതിനെക്കുറിച്ചാണ് കമ്മീഷൻ്റെ ശുപാർശകൾ. അല്ലാതെ വഖഫ് വിധി മുനമ്പൻ ജനങ്ങൾക്ക് അനുകൂലമാകുകയാണെങ്കിൽ ഗവൺമെൻറ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ പ്രശ്നം താൽക്കാലികമാണ്. അത് താൽക്കാലികമായിട്ട് കോടതി വിധി വരുന്നതോടെ തീർന്നിരിക്കും.
ഒരു പരിശോധനയിലെല്ലാം തന്നെ അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ എത്രത്തോളം ജനങ്ങൾ ഒരു അഫക്റ്റഡ് ആണ് എന്നത് അങ്ങനെ കണ്ടെത്താനായിട്ട് കഴിയുന്നത്? എത്രത്തോളം കുടുംബങ്ങൾ ഇതിൽ അഫക്റ്റഡ് ആണ് ആ രീതിയിൽ? അതായത് ഒറിജിനൽ വഖഫ് രജിസ്ട്രിപ്പെട്ട വസ്തു 404.76 ഏക്കറാണ്. ആ 404 ഏക്കറിൽ 231 ഏക്കർ കടലെടുത്ത് പോയി എന്നാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. ജനങ്ങൾ താമസിക്കുന്നത് വെറും 111.4 ഏക്കറിലായേ ഉള്ളൂ. 111.4 ഏക്കറിലാണ് 2 വില്ലേജുകളിലായിട്ട് ജനങ്ങൾ താമസിക്കുന്നത്. ബാക്കി 62 ഏക്കറും കൂടെ ഉണ്ട്. ഇനി ബാക്കി കടലെടുക്കാതെ ആ 62 ഏക്കർ ചെറിയായിട്ട് വെള്ളത്തിനടി കിടക്കുന്നതാണ്. അവിടെ മത്സ്യബന്ധനം മാത്രമേ ഉള്ളൂ. അത് ജനങ്ങളെ പൊതുവെ ബാധിക്കാത്തൊരു കാര്യമാണ്. ഇതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത് ഈ പരിശോധനകൾക്ക്? പ്രായോഗികതയാണോ അതോ മാനുഷികതയാണോ? എന്താണ് കൂടുതൽ പരിഗണന? തീർച്ചയായിട്ടും മാനുഷിക പരിഗണന കൊണ്ടാണല്ലോ ഗവൺമെൻറ് അവരെ സംരക്ഷിക്കണമെന്ന് പറയണത്. ഗവൺമെൻറ്റിന് ഈ കാര്യത്തിൽ ഒരു വലിയ താല്പര്യം കാണിച്ചു തന്നെ പൊതുജനങ്ങളുടെ ഒരു പ്രാദേശികമായിട്ട് ഒരു പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഗവൺമെൻറ് അത് ഏറ്റെടുത്തതും. അല്ലെങ്കിൽ ഗവൺമെൻറ് പറയാം, കേസ് പറയുന്നത് വഖഫ് ബോർഡും നാട്ടുകാരും തമ്മിൽ കേസിൽ ഗവൺമെൻറ്റിന് യാതൊരു റോളും ഇല്ല. ഗവൺമെൻറ് ഇതിൽ ഇൻവോൾവ് അല്ല. ഗവൺമെൻറ് യാതൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ജനങ്ങളുടെ ബുദ്ധിമുട്ടിൻ്റെ ആശങ്ക ആണ് ഗവൺമെൻറ് അതിൽ താല്പര്യം കാണിച്ചതും. ഗവൺമെൻറ് അവരെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ്. അത് ഗവൺമെൻറ് വളരെ ക്ലിയറായിട്ട് ഈ കമ്മീഷൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ആ ഒബ്ജക്റ്റീവ് അതുപോലെ നടപ്പാക്കണം എന്ന് തന്നെയാണ് കമ്മീഷൻ പറയണത്. ഗവൺമെൻറ് അതിൻ്റെ ആ തീരുമാനത്തോട് കമ്മീഷൻ കംപ്ലീറ്റ് എഗ്രി ചെയ്യണം. ഇതിൽ ഈ വഖഫിൻ്റെ അടക്കമുള്ള കാര്യങ്ങൾ സാർ പരിശോധിച്ചിരുന്നല്ലോ. അപ്പോൾ അത്തരം അവകാശവാദങ്ങൾ അത് പ്രായോഗികമായി നിലനിൽക്കുന്നതാണോ? അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട്? കാരണം പല കാര്യങ്ങളും പരിശോധിച്ചു വന്നപ്പോൾ അല്ല, വഖഫിൻ്റെ ക്ലെയിമും പ്രായോഗികതയായിട്ട് ഒന്നും ഞാൻ നോക്കേണ്ട കാര്യമില്ല. പ്രായോഗിക കാര്യങ്ങളും ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും നിയമവശങ്ങളും എല്ലാം ഈ ട്രൈബ്യൂണലിലും ഹൈക്കോടതിയും ഈ കേസിനകത്ത് പരിഗണിക്കും. ഈ കേസ് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ്. ഈ കേസ് പെട്ടെന്ന് അങ്ങ് യെസ് ഓർ നോ പറയാവുന്നതല്ല. ഈ കേസ് വളരെ വിശദമായിട്ടുള്ള വാദമൊക്കെ കേട്ടാൽ എനിക്ക് അഭിപ്രായം ഇല്ലാഞ്ഞിട്ടല്ല. എനിക്ക് അഭിപ്രായമുണ്ട്, ആർക്കും നമുക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, വിശദമായി പഠിച്ചാൽ എല്ലാവർക്കും അഭിപ്രായമുണ്ട്. പക്ഷെ ഞാനതിൽ അഭിപ്രായം പറയണത് ശരിയല്ല. എന്നോട് ഗവൺമെൻറ് അഭിപ്രായം ചോദിച്ചിട്ടുമില്ല, ഞാൻ പറയണമില്ല. കമ്മീഷൻ ഒരിക്കലും അതിനെക്കുറിച്ചാണ് ഈ കമ്മീഷൻ്റെ നിയമനത്തിന് ചോദ്യം ചെയ്ത് കേസ് വന്നപ്പോൾ ഹൈക്കോടതി സിംഗിൾ ജഡ്ജി തന്നെ അത് ഇങ്ങനെ അഭിപ്രായപ്പെട്ടു. കമ്മീഷൻ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ അത് നിലവിലെ കേസിനെ ബാധിക്കുമെന്ന് പറഞ്ഞു. ഒരിക്കലും കമ്മീഷൻ അഭിപ്രായം പറയില്ലായിരുന്നു. അങ്ങനെ കോടതി വിധിച്ചില്ലെങ്കിലും കൊള്ളാം, പറയില്ല. ഞാനത് പറയത്തില്ല. കാര്യം വെച്ചാൽ ഞാനൊരു ജുഡീഷ്യൽ കമ്മീഷൻ എന്നുള്ള നിലയിൽ ഒരു കോടതിയിൽ നിലവിലുള്ള കേസ്, ഒരു ട്രൈബ്യൂണൽ, ഒരു ജുഡീഷ്യൽ ബോഡിയിൽ നിലവിലുള്ള കേസിനെ കുറിച്ച് അതിങ്ങനെയാണ് ശരി, ഇതാണ് തെറ്റെന്ന് ഒരിക്കലും പറയില്ല. അത് പറയണത് ശരിയല്ല. കമ്മീഷൻ റിപ്പോർട്ടോടുകൂടി ഇത് പരിഹരിക്കപ്പെടും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് ബാക്കി വെക്കുന്നത്. തീർച്ചയായിട്ടും ഈ പ്രശ്നം ഗവൺമെൻറ് പരിഹരിക്കും. ഗവൺമെൻറ് അതിൽ പ്രതിജ്ഞാബദ്ധമാണ്. അതിനുള്ള സകല സഹകരണവും സഹായങ്ങളും കമ്മീഷനാകുന്നത്ര മനസ്സിലാകുന്ന രീതിയിൽ കമ്മീഷൻ ഡാനി ഇപ്പോൾ വിവരങ്ങൾ നൽകുന്നു. ജുഡീഷ്യൽ കമ്മീഷനുമായി സംസാരിക്കുക കൂടിയാണ് ഡാനി. ഏതായാലും മുനമ്പത്ത് കുടിയൊഴിപ്പിക്കൽ പ്രായോഗികമല്ല, സർക്കാർ മറ്റ് മാർഗങ്ങൾ തേടണം എന്നാണ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. വഖഫ് ബോർഡും ഫാറൂഖ് കോളേജും തമ്മിൽ സമമായ ചർച്ചകൾ നടത്തണം, അതിന് സർക്കാർ ഇടപെടണം എന്നതടക്കമുണ്ട്. ഭൂമി നിയമപരമായി ഏറ്റെടുക്കുകയാണെങ്കിൽ നഷ്ടപരിഹാരം ജനങ്ങൾക്ക് ഉറപ്പാക്കാനുള്ള നടപടിയിലേക്ക് സർക്കാർ കടക്കണമെന്നടക്കമുള്ള പ്രധാനപ്പെട്ട ശുപാർശകളൊക്കെയാണ് അതിനകത്ത് ഉള്ളത്.